ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു പെപ്പർ ചിക്കൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ എന്തായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ 1 കിലോൻ്റെ അളവിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് തരാനും മറക്കരുതേ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചീന്തിയിട്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ഒരു 10 സെക്കൻഡ് വരെ വഴറ്റുക. അതിലേക്ക് 3 വല്യുള്ളി ചെറുതായി മുറിച്ചത്. ഇത് നല്ലവണ്ണമുള്ള മുളകാണെങ്കിൽ 2 എണ്ണം മതി, ഇല്ലെങ്കിൽ ഒരു 5 എണ്ണം എടുക്കണം. എന്നിട്ട് നന്നായി വഴറ്റുക. ഒരുവിധം വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കുക. എന്നിട്ട് പിന്നെ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. 1 കിലോ ചിക്കൻ കറിക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് മതി. അത് ഒന്നുകൂടി വഴന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു വലിയ തക്കാളിയാണ് മുറിച്ചിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. എല്ലാം ഒന്നുകൂടി വഴന്ന് ഒരു കറുപ്പ് കളർ ആകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ ഇട്ട് നന്നായി ഇളക്കുക. മസാല നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മൂടി വെക്കുന്നത്. ആദ്യം മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് വെള്ളം വരുന്നത് കാണാം. ആ സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് പിന്നെ വേവിക്കാം. അല്പം അധികം കറിവേപ്പില ഇതിലേക്ക് ഇടണം, മല്ലിച്ചപ്പും വേണം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ നാടൻ പെപ്പർ ചിക്കൻ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.